മിഷൻ ഡ്രീംസ് അവതരിപ്പിക്കുന്ന വിങ്സ് ഓഫ് ഫയർ എന്ന പരമ്പരയുടെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സ്വപ്നങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ശക്തി എന്തെന്ന് ബോധ്യപ്പെടുത്താനായി ആരംഭിക്കുന്ന ഈ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാനായി ഏറ്റവും അനുയോജ്യയായ ഒരു അതിഥിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യമായി കരുതുകയാണ്. ഒരുപാട് സന്തോഷം. നമ്മുടെ നാട്ടിലെ വലിയൊരു ശതമാനം പെൺകുട്ടികൾ 18-20 വയസ്സാവുമ്പോഴേക്ക് കല്യാണം, കുട്ടികൾ, വീട്ടുഭരണം ഇതൊക്കെ മാത്രം ആലോചിച്ച് ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ കാസർഗോഡ് ഉദുമയിൽ ജനിച്ച് എറണാകുളത്ത് പഠിച്ചു വളർന്ന ഒരു പെൺകുട്ടി ഇന്ത്യൻ നേവിയിൽ ഓഫീസർ ആവണമെന്ന് സ്വപ്നം കാണുന്നു. സത്യത്തിൽ അന്ന് ഇന്ത്യൻ നേവിയിൽ വനിതാ ഓഫീസർമാരുടെ നിയമനം ആരംഭിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെയും അതുപോലുള്ള മറ്റനേകം പേരുടെയും സ്വപ്നങ്ങളുടെ ശക്തിയായിരിക്കാം 1992 ഇന്ത്യൻ നേവി വനിതാ ഓഫീസർമാരെ ഷോർട്ട് സർവീസ് കമ്മീഷനിൽ നിയമിച്ചു തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അതിഥി ഇന്ത്യൻ നേവിയുടെ 3ാമത്തെ ബാച്ചിൽ ഓഫീസറായി നിയമനം നേടുന്നു. ആദ്യം 7 വർഷത്തേക്ക് ലഭിച്ച ഷോർട്ട് സർവീസ് കമ്മീഷൻ പിന്നീട് 2 തവണയായി നീട്ടിക്കിട്ടിയപ്പോൾ 14 വർഷങ്ങൾ അവർ നേവിയിൽ എയർ ട്രാഫിക് കൺട്രോളർ അഥവാ ATC, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ജോലികളിൽ ഒന്നായി അറിയപ്പെടുന്ന എയർ ട്രാഫിക് കൺട്രോളറായി സേവനമനുഷ്ഠിക്കുന്നു. തന്റെ കൂടെ ഷോർട്ട് സർവീസ് കമ്മീഷനിൽ തന്നെ ജോലി ചെയ്യുന്ന പുരുഷ ഓഫീസർമാർക്ക് പെർമനന്റ് കമ്മീഷനു വേണ്ടി അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കുകയും ഒരു വനിത ആയതുകൊണ്ട് മാത്രം അത് നിഷേധിക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ വിവേചനത്തിനെതിരെ അവർ ഇന്ത്യൻ നേവിയുമായി നിയമയുദ്ധത്തിൽ ഏർപ്പെടുന്നു. വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുമ്പിൽ ഇന്ത്യൻ നേവിക്ക് വഴങ്ങേണ്ടി വരുന്നു. 2020 മാർച്ചിലാണ് ഇന്ത്യൻ നേവിയിൽ വനിതകൾക്കും പെർമനന്റ് കമ്മീഷനുള്ള അവസരം നൽകണമെന്ന സുപ്രീം കോടതി വിധി നിലവിൽ വന്നത്. ഒരുപാട് സന്തോഷത്തോടെ, അഭിമാനത്തോടെ സ്വാഗതം ചെയ്യട്ടെ നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായ കമാൻഡർ പ്രസന്ന ഇടയിലം വിങ്സ് ഓഫ് ഫയർ എന്ന ഈ പരമ്പരയിൽ അതിഥിയായി വന്നതിൽ ഏറെ സന്തോഷം. കുട്ടികളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുക എന്നതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ ചോദിച്ചോട്ടെ, ഒരു ഡിഫൻസ് ഓഫീസർ ആവണമെന്ന സ്വപ്നം കുട്ടിക്കാലത്തു തന്നെ മനസ്സിലുണ്ടായിരുന്നു? ഒരു യൂണിഫോം സർവീസ്, ഒരു ഡിസിപ്ലിൻ ലൈഫ്, നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് പഠിച്ചു നല്ലൊരു പൊസിഷനിലുള്ള ജോലി എത്തിയാൽ മാത്രമേ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഒരു യൂണിഫോംഡ് സർവീസിന്റെ ഭാഗമാവണമെന്ന് തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടായിരുന്നു? 5th സ്റ്റാൻഡേർഡ് ടു 7th സ്റ്റാൻഡേർഡിൽ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഫാക്ടസിൽ റിപ്പബ്ലിക് ഡേയും ഇൻഡിപെൻഡൻസ് ഡേക്ക് പരേഡിന് പോകാനൊരു അവസരം കിട്ടാറുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ത്രില്ലിങ് മൊമെൻ്റ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. നല്ല യൂണിഫോമൊക്കെ ഇട്ട് അവിടെ മാർച്ച് പാസ്റ്റിൽ ഇപ്പോൾ പേരൻസൊക്കെ ഓഡിയൻസിൻ്റെ കൂട്ടത്തിലിരുന്ന് ഞങ്ങളെ മാർച്ച് ചെയ്യുന്ന കാണുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ ഒരു വലിയ സന്തോഷം. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കിട്ടും, എല്ലാവരും കൂടി ഇരുന്ന് അത് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ പരേഡിൽ പങ്കെടുക്കാൻ ക്ലാസ്സിൽ ഇപ്പോൾ 1-2 കുട്ടികൾക്കൊക്കെ ആയിരിക്കും ചാൻസ്. അപ്പോൾ അത് ഒരിക്കലും മിസ് ചെയ്തില്ല. 5th സ്റ്റാൻഡേർഡ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെ ആ പരേഡിൽ എനിക്ക് എല്ലാ വർഷവും പങ്കെടുക്കാനുള്ള ചാൻസ് കിട്ടി. 8th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞാൻ NCCയിലായി. NCC തന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ലീഡറായി. പരേഡിൽ പങ്കെടുക്കാനും മാർച്ച് പാസ്റ്റിലും ഒരുപാട് NCC ക്യാമ്പിലൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടി. അപ്പോൾ NCC ക്യാമ്പിൽ തുടക്കത്തിലൊക്കെ അടുത്തടുത്തുള്ള ക്യാമ്പായിരുന്നു. അത് കഴിയുമ്പം ടീച്ചേഴ്സ് നമ്മളെ കുറച്ച് ഹയർ ലെവലിലെ ക്യാമ്പിൽ വിടും. ഒരു ബേസിക് മൗണ്ടനിയറിംഗ് കോഴ്സ്, നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പ്, അങ്ങനെ ചെറിയ ചെറിയ അവസരങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ കിട്ടിയിരുന്നു. അപ്പോൾ A സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് കിട്ടി. Bയും Cയും ഞാൻ കോളേജിൽ വന്നതിന് ശേഷമാണ് കിട്ടിയത്. കമാൻഡർ പ്രസന്നയുടെ അനുഭവം എന്താണ്? ഒരു ഡിഫൻസ് ഓഫീസർ ആവണമെന്ന് സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് NCCയും സ്കൗട്ടും ഒക്കെ എത്രത്തോളം സഹായകമാണ്? NCCയിൽ നമ്മളുടെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മളുടെ ഈ പരേഡും NCCയിലെ ക്ലാസ്സസും ആക്ടിവിറ്റീസും നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ വെറും ഒരു ബുക്കിഷ് നോളജ് കൊണ്ട് ഒന്നിലേക്ക് എത്തില്ല. നമ്മൾ ഫിസിക്കലി മെൻ്റലി സ്ട്രോങ് ആയാൽ മാത്രമേ ഒരു ആം ഫോഴ്സസിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു ട്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾക്ക് ലീഡ് ചെയ്യണമെങ്കിൽ you have to set an example, you have to prove yourself, like you lead by an example. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ ഓവറോൾ പേഴ്സണാലിറ്റി, ഓവറോൾ ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സ്കൂളിൽ പോയി വരുന്നു, വീട്ടിൽ വന്നിരുന്നു പഠിക്കുന്നു, വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പം ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ ഏതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും നമ്മളുടെ ആ ഒരു ഓവറോൾ മെൻ്റൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
ഡിഫൻസിൽ വനിതാ ഓഫീസർമാരെ നിയമിച്ചു തുടങ്ങിയത് 90കളുടെ തുടക്കത്തിലാണല്ലോ. എങ്ങനെയാണ്, എപ്പോഴാണ് അങ്ങനെയൊരു അവസരമുണ്ടെന്ന് മനസ്സിലാക്കിയത്? 92-ൽ ഇന്ത്യൻ നേവിയാണ് ആദ്യമായിട്ട് വനിതകൾക്ക് കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ BSc മഹാരാജാസി ചെയ്തുകൊണ്ടിരിക്കുമ്പം 91-ൽ ഒരു NCC ക്യാമ്പിൽ ഞാൻ വിശാഖപട്ടണത്ത് INS സത്വാഹന നേവൽ ബേസിൽ താമസിച്ച് ഞങ്ങൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ക്യാമ്പിൽ ഒരു ഫങ്ഷനിൽ ഒരു ലേഡി മെഡിക്കൽ ഓഫീസർ വന്നു. ശാലിനി രവീന്ദ്രൻ എന്നാണ് അവരുടെ പേര്. മാഡം അന്ന് ലഫ്റ്റനൻറ്റ് കമാൻഡർ റാങ്കിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ക്യാമ്പിൽ ഒരു പ്രോഗ്രാമിൽ വന്നു. അപ്പം ഞാൻ ക്യാമ്പിൽ സീനിയർ ആയതുകൊണ്ട് എനിക്ക് ആ മാഡമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പം ഞാൻ ചോദിച്ചു, മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു ആം ഫോഴ്സസിൽ വിമൻ എൻട്രി അന്നത്തെ കാലത്ത് ആർമി മെഡിക്കൽ കോറിലൂടെ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സിംഗ് ഓഫീസേഴ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മറ്റേ ജനറൽ ബ്രാഞ്ചിലേക്ക് എൻട്രി ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയൊരു സൂചന കിട്ടി, ഭാവിയിൽ അത് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്ന് വരുന്നൊന്നും അറിയില്ല. കാലഘട്ടം ഒരുപാട് മാറി. അന്നത്തെ കാലത്ത് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് വാട്സപ്പോ ഇൻ്റർനെറ്റിലോ ഒന്നും ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു കാലമൊന്നും ആയിരുന്നില്ല. ന്യൂസ് പേപ്പറിൽ വരുന്ന ഇൻഫർമേഷൻ തന്നെയാണ് മെയിനായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഈ ഫീൽഡിലുള്ള ആരെങ്കിലും നമ്മൾക്ക് അറിയണം, അവർ നമ്മളോട് സംസാരിക്കണം, നമ്മളോട് ഈ അറിവ് പങ്കുവയ്ക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. പിന്നെ നമ്മൾ NCC ക്യാമ്പിൽ ഒരു ദിവസം എൻ്റെ ഒരു സീനിയർ ഞങ്ങളെ ഷിപ്പിൽ ഡിന്നർ കഴിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഷിപ്പിൽ ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ ഒരു സല്യൂട്ട് കിട്ടുക, നമ്മൾ ഷിപ്പിലെ വാർഡ്റൂമിൽ, അതായത് ഓഫീസേഴ്സ് ഫുഡ് കഴിക്കുന്ന ഓഫീസേഴ്സിൻ്റെ ഏരിയയിൽ വാർഡ്റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും എണീക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെയൊക്കെ കാണുമ്പോൾ എന്തിനാണ് എല്ലാവരും എണീക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ആം ഫോഴ്സസിൽ ഇങ്ങനെയാണ്, ഒരു ലേഡിക്ക് പരമാവധി റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അന്ന് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ ഭക്ഷണം കഴിച്ചു. അപ്പോൾ അതൊക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഇതാണ് ലൈഫ് സ്റ്റൈലും ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടി അന്ന്. അപ്പോൾ എന്തുകൊണ്ട് എനിക്കും ഇതുപോലെ ഒരു ഫീൽഡിലേക്ക് പോയിക്കൂടാന്നൊരു ചെറിയൊരു ആഗ്രഹം അന്ന് മനസ്സിൽ വന്നു. അപ്പോൾ ഞാനതിങ്ങനെ ഈ NCCയിൽ ആ വൈറ്റ് യൂണിഫോമും ആ സ്ട്രൈപ്പൊക്കെ ഇട്ട് നടക്കുമെങ്കിലും നേവിയിൽ ഒരു ഓഫീസറായിട്ട് ഈ വൈറ്റ് ഡ്രസ്സും ആ ഗോൾഡൻ സ്ട്രൈപ്പ് ഇട്ട് നടക്കാൻ എങ്ങനെ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു ഡ്രീമിൽ കൊണ്ട് നടന്നിരുന്നു. പിന്നെ നേവൽ ബേസിൻ്റെ അടുത്താണ് ഞങ്ങളുടെ കോളേജ്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസിന് നേവൽ ബേസിൽ പോകാറുണ്ട്, സെയിലിങ്ങിനും ബോട്ട് പുള്ളിങ്ങിനെല്ലാം. അപ്പോൾ ഞങ്ങൾ സെയിലിംഗ് ക്ലബിൽ പ്രോഗ്രാമിനെല്ലാം പോകാറുണ്ട്. അപ്പോൾ ഒരുപാട് നേവൽ ഓഫീസേഴ്സ് അവിടെ വരും. അപ്പോൾ വൈറ്റ് യൂണിഫോമിൽ എല്ലാവരും വളരെ സ്മാർട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഞങ്ങൾക്കും ഇങ്ങനെ ഒരു കൗതുകമായിരുന്നു, ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത്. പിന്നീട് 92-ൽ എൻട്രി ഓപ്പൺ ആയി. പിന്നെ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കും അപ്ലൈ ചെയ്യാം, അതിന് പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത്. അന്നത്തെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? കഠിനമായിരുന്നു? ആർമിയിലും എയർഫോഴ്സിലും വിമൻ സ്പെഷ്യൽ എൻട്രി സ്കീം ഉണ്ട്. നേവിയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. SSB കമ്പൈൻഡ് ആയിരുന്നു. മെയിൽ ഓഫീസേഴ്സ്, ഫീമെയിൽ ഓഫീസേഴ്സ് കമ്പൈൻഡ്, വേക്കൻസി കമ്പൈൻഡ് ആണ്. ഞങ്ങളുടെ SSB സെലക്ഷൻ പ്രോസസ്സും കമ്പൈൻഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചും കൂടെ ടഫാണ്. കാരണം വേക്കൻസി കുറവാണ് ആൻഡ് നമ്മൾ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കൂടെയാണ് കമ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ബ്രാഞ്ചിൽ 7 വേക്കൻസിയിൽ 6 പേരും ലേഡീസ് ആയിരുന്നു, ഒരു മെയിൽ ഓഫീസർ. അപ്പം അത് എല്ലായിടത്തും ഞങ്ങൾ 6 വനിതകൾ ചെല്ലും, കൂടെ ഒരു മെയിൽ ഓഫീസർ വരുമ്പോൾ എല്ലാവരും ചോദിക്കും ഹൗ കം. അപ്പോൾ അത് ലൈക്ക് നമ്മൾക്കും കഴിവില്ല, നമ്മളൊട്ടും പിന്നിലല്ലാന്ന് ഞങ്ങൾ വനിതകളന്ന് പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. അത് വളരെ അന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ഞങ്ങളുടെ ബ്രാഞ്ചിൽ മാക്സിമം വിമൻ ഓഫീസേഴ്സ് ജോയിൻ ചെയ്തു. ആ സെലക്ഷൻ പ്രോസസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അതോ പഴയ പ്രോസസ്സ് തന്നെയാണോ ഇപ്പോഴും ഫോളോ ചെയ്യപ്പെടുന്നത്? ആർമി, നേവി, എയർഫോഴ്സിൽ ഓഫീസേഴ്സ് സെലക്ഷൻ സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് സെലക്ഷൻ ആണ് ഇൻ ദ വേൾഡ്. അത് ഒരു കാൻഡിഡേറ്റിനെ 5 ദിവസം അവർ എക്സാമിൻ ചെയ്ത് സൈക്കോളജിക്കലി, ഫിസിക്കലി ആൻഡ് പേഴ്സണാലിറ്റി, ഈ 3 കാര്യങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തിയിട്ടാണ് ഇതിന് റിസൾട്ട് വരുന്നത്.
ആ സെലക്ഷൻ പ്രോസസ്സ് ഒരിക്കലും തെറ്റാറില്ല. കാരണം വൺ ഓഫ് ദ ഫൈനസ്റ്റ് മെത്തേഡാണ് അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആൻഡ് ഒരു ബേസിക് ക്വാളിറ്റി ഇപ്പോൾ സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പറ്റിയ സ്ഥലമല്ല. ഇതിന് ആവറേജ് ഇൻ്റലിജൻസ് വിത്ത് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഡിറ്റർമിനേഷൻ, ഈ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ അത് ഒന്ന് ഗ്രൂം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആം ഫോഴ്സസിലേക്കുള്ള എൻട്രി അത്ര ബുദ്ധിമുട്ടല്ല. കേരളത്തിൽ ജനിച്ച പല കുട്ടികളുടെയും പ്രശ്നം ഇംഗ്ലീഷ് ബുക്കിഷ് നോളജ് ഉണ്ട്, പക്ഷേ വെൻ ഇറ്റ് കംസ് ടു കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അറിയാം, അത് വേണ്ട രീതിയിൽ ഒരു ഗ്രൂപ്പിൽ എക്സ്പ്രസ് ചെയ്ത് നമ്മളുടെ പോയിൻ്റ് അവിടെ സ്ഥാപിക്കണമെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഒരു ലെവൽ മാറി ചിന്തിക്കേണ്ടതുണ്ട്. അതിനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. പിന്നെ ജനറലി ഇങ്ങനത്തെ സെലക്ഷന് ഒരുപാട് അതർ സ്റ്റേറ്റ്സിലെ കുട്ടികളുണ്ടാവും. ചിലപ്പം ഹിന്ദി ഒരു കോമൺ മീഡിയം ആയിട്ടും വരാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഹിന്ദിയിൽ ചെയ്യാൻ പറ്റിയാൽ വളരെ സഹായകരമായിരിക്കും. എന്നാലും കമാൻഡ് ഓവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഹെൽപ്ഫുൾ ആണ്. സർവീസ് സെലക്ഷൻ ബോർഡിന്റെ അഥവാ SSBയുടെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ടെസ്റ്റിലേക്ക് എങ്ങനെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്? അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ അതോ വേറെ എന്തെങ്കിലും പരീക്ഷ നടത്തിയാണോ? ഇനിഷ്യൽ ഡേയ്സിൽ ആ ബേസിക് ക്വാളിഫിക്കേഷൻ്റെ പെർസെൻറ്റേജിൽ കട്ട് ഓഫ് വെച്ചിട്ടായിരുന്നു. ഇപ്പം സെലക്ഷൻ പ്രോസസ്സ് മാറിയിട്ടുണ്ട്. ഇപ്പം UPSCയും വരുന്നുണ്ട്. അത് ബേസിക് ക്വാളിഫിക്കേഷൻ അവർ ഓരോ പീരീഡ് ഓഫ് ടൈം മാറ്റിയിട്ടുണ്ട്. അത് ഓരോ ആർമി നേവി എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ അവൈലബിൾ ആണ്. കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അന്നത്തെ കാലത്തിലും കൂടുതൽ ബ്രാഞ്ചസ് ഓപ്പൺ ആയിട്ടുണ്ട്. 5 ദിവസത്തെ ടെസ്റ്റിന്റെ അവസാനമാണോ ആരൊക്കെയാണ് സെലക്ടഡ് ആയി എന്നറിയുന്നത്, അതോ ഓരോ ദിവസവും കുറച്ചു പേരെ വെച്ച് സെലക്ട് ചെയ്യുകയാണോ? എന്താണ് അതിന്റെ ഒരു പ്രോസസ്? ഇനിഷ്യൽ എലിമിനേഷൻ ബേസിക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കട്ട് ഓഫ് മാർക്കില്ല. നെക്സ്റ്റ് എലിമിനേഷൻ SSB സെൻറ്ററിൽ പോയ ഉടനെ ഒരു പ്രിലിമിനറി ഒരു ടെസ്റ്റ് ഉണ്ട്. അതിൽ അവർ നമ്മൾ ചെല്ലുന്ന ദിവസം തന്നെ അത് നടക്കും. അതിൽ ക്ലിയർ ആവാത്ത അതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്, ടൈം ലിമിറ്റ് ഉണ്ട്. അത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ കംപ്ലീറ്റ് ആ ബാക്കി പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് 5th ഡേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് ദോസ് ഹു ക്വാളിഫൈ അവർ മെഡിക്കൽസിന് സ്റ്റേ ബാക്ക് ചെയ്യും. ആൻഡ് മെഡിക്കൽസും കഴിഞ്ഞ് റിപ്പോർട്ട് ഡൽഹിക്ക് അയച്ചു കൊടുക്കും. പിന്നെ ബേസ്ഡ് ഓൺ ദ മെറിറ്റ് വേക്കൻസി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്ക് ഇൻറ്റിമേഷൻ കിട്ടും ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനായിട്ട്. SSBക്ക് കേരളത്തിലും സെന്റേഴ്സ് ഉണ്ടോ? അന്നത്തെ കാലഘട്ടത്തിൽ ബാംഗ്ലൂർ ആൻഡ് ഭോപ്പാലായിരുന്നു മെയിൻ ആയിട്ടുള്ള സെന്റേഴ്സ് നേവിക്ക്. ഇപ്പം നേവിക്ക് കുറച്ചും കൂടെ സെന്റേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. കമാൻഡർ പ്രസന്നയുടെ ടെസ്റ്റ് എവിടെ വെച്ചായിരുന്നു? ആ ഒരു അനുഭവം ഒന്ന് ഓർത്തെടുക്കാമോ? എൻ്റെ സെലക്ഷൻ ഭോപ്പാലിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ എത്താൻ പറഞ്ഞിരിക്കുന്ന സമയം എനിക്ക് വളരെ ലിമിറ്റഡ് ടൈമിലായിരുന്നു. ഇന്നത്തെ മാതിരി 120 ഡേയ്സ് മുമ്പൊന്നും റിസർവേഷനൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ആൻഡ് ട്രെയിൻസും വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചപ്പോൾ ആ ദിവസത്തെ ട്രെയിനിൽ ടിക്കറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് ചോദിച്ചു, എനിക്ക് ഭോപ്പാലിൽ എത്തണം, സെക്കൻഡ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യണം, കാരണം ഞങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസ്സിലെ ഫെയർ ആണ്. അപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നേവിയിൽ ഓഫീസറായിട്ടുള്ള സെലക്ഷനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു കുട്ടി തന്നെ പോയിട്ട് സെലക്ഷൻ പ്രോസസ്സ് ചെയ്യാനാണോ? ഞാൻ പറഞ്ഞു ഞാനൊന്ന് പരിശ്രമിച്ചു നോക്കട്ടെ, പോയാലല്ലേ അറിയുള്ളൂ എനിക്ക് ഞാൻ ക്വാളിഫൈഡ് ആവോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പാലക്കാട് മംഗലാപുരത്തു നിന്ന് ഒരു ട്രെയിൻ ഉണ്ട് ഡൽഹിക്ക് പോകുന്നത്, പാലക്കാട് വഴിയാണ്, ഭോപ്പാൽ ടച്ച് ചെയ്യും. അപ്പോൾ അതിൽ ലേഡീസ് കോട്ട അവൈലബിൾ ആണെന്ന് വിളിച്ച് ചോദിച്ച് എനിക്ക് ഈ വിവരം തന്നു. അത് പറഞ്ഞ് അന്നെന്തോ ടെലഗ്രാമോ എന്തോ ഒരു ഇൻറ്റിമേഷൻ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇവിടുന്ന് ട്രെയിൻ കയറി പാലക്കാട് എത്തണം, എന്നിട്ട് ആ ടിക്കറ്റ് എടുത്തിട്ട് അപ്പോൾ ഒരു 2 hours ഗ്യാപ്പ് വെച്ച് അടുത്ത ട്രെയിൻ കയറണം. അങ്ങനെ ഞാൻ പാലക്കാട് പോയി ആ ട്രെയിൻ കയറി. അപ്പോൾ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിൽ എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ഗേൾ ഇരിക്കുന്നു, എൻ്റെ പ്രായത്തിലൊരു കുട്ടി ഇരിക്കുന്നു, അവരുടെ അച്ഛനും ഇരിക്കുന്നുണ്ട്. കുട്ടി ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ദിവസം വെളുപ്പിന് 4:30 മണിക്ക് ഭോപ്പാലിൽ എത്തുന്നു.
അപ്പോൾ ഞാനും പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നു. എൻ്റെ മാതിരി കുറച്ച് പേര് ഓരോരുത്തരുടെ പേരൻസിൻ്റെ കൂടെ അവിടെ വന്ന് ഇറങ്ങണ കണ്ടു. അന്നത്തെ കാലത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ സൗകര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. ഈവൻ റെസ്റ്റ് റൂം, ലേഡീസ് റെസ്റ്റ് റൂമൊക്കെ അത്ര നീറ്റും ഒന്നും ആവില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ 4:30 മണിക്ക് ഞാൻ അവിടെ എത്തുന്നു. പ്ലാറ്റ്ഫോമിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റിംഗ് റൂമൊന്നും തുറന്നു തന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ ലഗേജ് എല്ലാം കൂടെ ഒരു ചങ്ങലയിട്ട് അവിടെ ഒരു പില്ലറിൽ ഞാൻ കെട്ടി ലോക്ക് ചെയ്തു. എന്നിട്ട് അടുത്തുള്ള ഷോപ്പ് തുറക്കാൻ കാത്തു നിന്നു. അങ്ങനെ 3:30ക്കാണ് SSB സെൻറ്ററിലെ വണ്ടി വരിക. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേരൻസും കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും വലിയ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി വന്നു. നോക്കിയപ്പോൾ ഇവരെല്ലാവരും ഈ വണ്ടിയിലേക്ക് കയറുന്നു. അത് ഞങ്ങളെല്ലാവരും സെൻറ്ററിൽ പോകുന്നു. ഞങ്ങളുടെ ലഗേജൊക്കെ ഒരു സ്ഥലത്ത് ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ സ്ക്രീനിങ് ടെസ്റ്റിന് കയറുകയാണ്. അത് സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അവർ റിസൾട്ട് അനൗൺസ് ചെയ്തു. അപ്പോൾ അതിൽ കുറച്ച് പേര് എലിമിനേറ്റ് ആയി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് താമസിക്കേണ്ട സൗകര്യം ഇന്ന സ്ഥലത്താണ്. നമ്മളെല്ലാവരും അവിടെ പോയി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ അടുത്ത ടെസ്റ്റ് തുടങ്ങി. ഒരു 2 മണിക്ക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇത്ര പേർക്ക് ഇത്ര ചെസ് നമ്പേഴ്സ് ഉള്ളവർക്ക് ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ട്, ബാക്കിയുള്ളവർ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഞാൻ നേരെ എൻ്റെ ബാഗെല്ലാം അവിടെ വെച്ച് ഞാൻ ഗേറ്റിൽ നിന്ന് പുറത്ത് പോയി. അവിടുത്തെ അപ്പം ഭോപ്പാലിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു, അടുത്ത എന്തൊക്കെയാണ് കാണേണ്ടത്. അപ്പം ഒരു പാർക്ക് ഉണ്ടായിരുന്നു, ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു 3-4 സ്ഥലങ്ങൾ ഞാൻ പോയി കണ്ടിട്ട് വന്നു. ഞാൻ തിരിച്ച് എത്തി. അപ്പോൾ ബാക്കി കുട്ടികളൊക്കെ എന്നോട് ചോദിച്ചു, എവിടെ പോയി? അവിടെ ആ സ്ഥലം കാണാൻ പോയി. ആരുടെ കൂടെ? ഞാൻ തന്നെ പോയി. എങ്ങനെ പോയി? ഞാൻ പറഞ്ഞു, ചോദിച്ചിട്ട് പോയി. അവിടെയുള്ള ആൾക്കാരോട്, ലൈക്ക് SSB സെൻറ്ററിലെ വാച്ച്മാൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ അടുത്ത് എന്താ സ്ഥലം. പിന്നെ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. പോയിട്ട് കണ്ടിട്ടൊക്കെ വന്നു. ഇവരാരും പുറത്തൊന്നും പോകുന്നില്ല. അടുത്ത ദിവസത്തെ ടെസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇൻ്റർവ്യൂ നടന്നു. അന്നത്തെ ഇന്റർവ്യൂവിൽ എന്തൊക്കെ ചോദിച്ചു എന്ന് ഓർക്കുന്നുണ്ടോ? എന്നോട് ഒരു കുറച്ച് നേവി ഷിപ്സിൻ്റെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ NCCയിലും ഉണ്ടായതുകൊണ്ടും ഒരുപാട് കൊച്ചിയിലെ ബേസിൽ പോയിട്ട് നമ്മൾ ഷിപ്പൊക്കെ കണ്ടതുകൊണ്ടും ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 30 ഷിപ്പിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂയിങ് ഓഫീസർ ചോദിച്ചു, എനിക്ക് പോലും ഇത്ര ഓർമ്മയില്ല, ഇതെങ്ങനെ കുട്ടിക്ക് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നേവൽ NCC C സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈക്വൽ റാങ്ക്സിനെ പറ്റി ചോദിച്ചു. പിന്നെ എന്നോട് ചോദിച്ചത്, ഉദുമയുടെ അടുത്തൊരു പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ബേക്കൽ ഫോർട്ട് പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്ത് ഈ പള്ളിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എന്നോട് ചോദിച്ചു, ഈ പള്ളിക്കരയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന്. അപ്പം അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അതായത് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, എന്നോട് ചോദിക്കുന്നത് പള്ളിക്കരയുടെ സ്പെഷ്യാലിറ്റി എന്താണ്. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിന് കുറച്ച് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പള്ളിക്കരയിൽ പോകാനിടയായി. അവിടുത്തെ ആൾക്കാരോട് സാധാരണ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ്, അവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോയെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, വ്യത്യസ്തമായ രീതിയിൽ പുകയിലയുടെ കേന്ദ്രമാണിത്. അപ്പോൾ ഈ പെർട്ടിക്കുലർ പുകയില കുറച്ച് ഫേമസ് ആണ്, കുറച്ച് വിലയുള്ളതാണ്, ഇത് കയറ്റി അയക്കുന്നതാണ് എന്ന് ഒരാൾ എനിക്ക് പറഞ്ഞു തന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ദറ്റ് പ്ലേസ് ഇസ് ഫേമസ് ഫോർ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ടൊബാക്കോ ആൻഡ് ജനറലി ദേ ഡോണ്ട് സെൽ ഇറ്റ് ഇൻ ഇന്ത്യ, ഇറ്റ് ഈസ് എക്സ്പോർട്ടഡ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഹൗ ഡു യു നോ? ഞാൻ പറഞ്ഞു, ഐ വിസിറ്റഡ് ദാറ്റ് പ്ലേസ്, ഐ ഹവ് സീൻ ദാറ്റ് പ്ലാന്റേഷൻ, ടൊബാക്കോ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ. അപ്പോൾ എന്നെ അത് വല്ലാതെ ലൈക്ക് സർപ്രൈസ് ചെയ്തു. കാരണം നമ്മൾ പോലും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നമ്മളുടെ വില്ലേജിനെ പറ്റി അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനധികം നോളജ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പിന്നെ നേവിയെ പറ്റി ചോദിക്കാൻ തുടങ്ങി. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ ഉത്തരമെല്ലാം പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് 20 minutes കുറേ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യന് കാത്തിരിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു,
എന്താ കുട്ടിയുടെ മനസ്സിലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞു എനിക്ക് നൗ ഐ ആം ഡൺ, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നത്തിങ്. അപ്പോൾ ഞാനെന്താ ചോദിക്കുക, എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളല്ലേ, അദ്ദേഹത്തോട് ഞാനെന്താ ചോദിക്കുക. ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ഈ ഇൻ്റർവ്യൂ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ അങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് അന്ന് എനിക്കങ്ങനെ തോന്നിയില്ല, ഞാനത് പറഞ്ഞിട്ട് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു വെൻ ആർ യു പ്ലാനിങ് ടു ഗോ ബാക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആഫ്റ്റർ മൈ മെഡിക്കൽസ്, അതായത് ഈ 5 days സെലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു ആഫ്റ്റർ മൈ മെഡിക്കൽസ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം ഒരു ട്രെയിനി ഓഫീസറായിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂ സൈഡിലിരുന്ന് കേട്ടിട്ട് വെദർ ഐ എം കോൺഫിഡൻറ്റ് ഓർ നോട്ട് എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ചോദ്യം ചോദിച്ചതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇഫ് യു ആർ സോ കോൺഫിഡൻറ്റ് ദാറ്റ് ആഫ്റ്റർ മെഡിക്കൽസ് ലെറ്റ്സ് മീറ്റ് അപ്പ് ഫോർ എ കോഫി ഓൺ സൺഡേ എന്ന് പറഞ്ഞു. അപ്പം ഫ്രൈഡേ ആണ് റിസൾട്ട് വരുന്നത്. ഇപ്പോൾ സൺഡേ എന്നോട് പറഞ്ഞു ലൈക്ക് ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു സ്റ്റേ ബാക്ക് ഫോർ മെഡിക്കൽസ് ലെറ്റ്സ് മീറ്റ് അപ്പ് ഫോർ കോഫി. ഐ എം നോട്ട് ഡെഫിനറ്റ്ലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയി, അന്നും പുറത്തേക്ക് പോയി അവിടെ ലോക്കൽ പാർക്കിലൊക്കെ പോയി അവിടുത്തെ ഇതൊക്കെ കണ്ടു. അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തോ ഒരു ഡ്രസ്സൊക്കെ വാങ്ങി ഞാൻ തിരിച്ചു വരികയും ചെയ്തു. ഇത് കഴിഞ്ഞു, റിസൾട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ എനിക്കൊന്ന് 3 പേരോ മറ്റോ സെലക്ഷനായി. ഇതൊക്കെ കഴിഞ്ഞ് അപ്പം ബാക്കിയുള്ളവരൊക്കെ പോവുകയാണ്. അപ്പോൾ ഈ 5 ദിവസം എല്ലാവരും വളരെ കൂട്ടായി. ആൻഡ് ഞങ്ങളുടെ കൂടെ ഒരുപാട് ബോയ്സും സെലക്ഷന് വന്നിരുന്നു, ആർക്കും കിട്ടിയില്ല. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ടാസ്കിന് 8 പേര് 10 പേര് ഒരു ഗ്രൂപ്പായിട്ട് വരുന്നതിൽ എൻ്റെ ഗ്രൂപ്പിൽ ഒരു IPSന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. എന്നോട് വന്നിട്ട് പറഞ്ഞു ഐ എം ഷുവർ ദാറ്റ് യു വിൽ വെയർ വൈറ്റ് യൂണിഫോം, സീ യു സം ടൈം എന്ന് പറഞ്ഞിട്ട് പോയി. ആൻഡ് നൺ ഓഫ് ദ മെയിൽ ഓഫീസേഴ്സ് ഗോട്ട് സെലക്റ്റഡ് എന്നായിരുന്നു. ആ പ്രാവശ്യത്തെ വീക്കിൽ മെയിൽ ഓഫീസേഴ്സിന് ആർക്കും സെലക്ഷൻ ഇല്ല. അപ്പം ഞങ്ങൾ 3 പേരാണ് സെലക്ഷൻ കിട്ടിയതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും പേരൻസൊക്കെ വന്ന് അവരെ കൊണ്ടുപോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഫാദർ എപ്പോഴാണ് വരിക കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു എൻ്റെ ഫാദറൊന്നും വരുന്നില്ല, ഞാൻ തന്നെ തിരിച്ചു പോകണം. അപ്പോൾ അവിടുത്തെ സ്റ്റാഫും എല്ലാവരും ഇങ്ങനെ ഓരോ കുട്ടികളെ ഇങ്ങനെ യാത്ര അയക്കുകയാണ് ഫാദറിൻ്റെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞു വി ഹവ് ക്ലിയർഡ് അവർ SSB ഇൻ്റർവ്യൂ, നൗ ഇനി മെഡിക്കൽസാണ് ചെയ്യാനുള്ളത്. പിന്നെ അപ്പോൾ എന്നെ സൺഡേ ആ കാപ്പി കുടിക്കാൻ വിളിച്ച അദ്ദേഹം പിന്നെയും വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എവിടുന്ന് ലൈക്ക് ക്യാൻ യു കം ടു ഏതൊരു സ്ഥലം പറഞ്ഞു, അവിടെ കാപ്പി കുടിക്കാൻ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്, എനിക്ക് അതിൽ അഡ്രസ്സ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അടുത്ത ഇവിടെ ഒരു കോഫി ഷോപ്പിൽ ഞാൻ പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നു. അദ്ദേഹം ഇപ്പോഴും എൻ്റെ കോണ്ടാക്റ്റിലുണ്ട്. ഇപ്പോഴും ഒരു മെസ്സേജ് എനിക്ക് എപ്പോഴും ഒരു ദിവസത്തിലൊരിക്കൽ അയക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു എന്താ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ വന്ന് ചോദിച്ചതെന്നൊരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇൻ്റർവ്യൂയിങ് ഓഫീസറുടെ ക്വസ്റ്റ്യന് റിപ്ലൈ ചെയ്തത് അവർക്ക് എല്ലാവർക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാരണം മേ ബി ഞാൻ പറഞ്ഞത് അവർക്കൊരു വളരെ ഇന്നസെൻറ്റ് വേ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എന്നോട് കുറേ ഷിപ്പിൻ്റെ പേരും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ലൈക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ട് വന്ന മാതിരി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ അന്ന് എനിക്ക് നേവി ചേരണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി, എൻ്റെ ഡ്രോബാക്ക് എന്താണെന്നും ഞാൻ എവിടേക്കാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് കുറച്ച് സമയം മെനക്കെട്ട് ഞാനത് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത് കുറച്ച് റിട്ടയർഡ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവരെ ഞാൻ കണ്ടുപിടിച്ചു. ഒരു 40-45 കിലോമീറ്റർ ദിവസം ട്രാവൽ ചെയ്തു. 15 മിനിറ്റ് അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യും. അപ്പോൾ അവരെന്നോട് പറയും ഇന്ന കാര്യങ്ങളിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, വൊക്കാബുലറി, പിന്നെ
കുറച്ച് നമ്മളുടെ സൈക്കോളജിക്കൽ കറക്ഷൻ, ഇപ്പം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് വേറൊരു ആംഗിളിലായിരിക്കാം, അത് ചിലപ്പോൾ ഡിഫൻസ് സെലക്ഷൻ പ്രോസസ്സിൽ ആപ്റ്റായി എന്ന് തോന്നില്ല, നമ്മൾക്ക് തോന്നില്ല. പക്ഷെ ഒരു എക്സ്റ്റേണൽ എക്സാമിനറിന് തോന്നാം ഇങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ക്യാൻ ലീഡ് ടു എ ബെറ്റർ റിസൾട്ട് എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇപ്പം എക്സ്റ്റംബർ സ്പീച്ച് ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, നമുക്കൊരു പ്രാക്ടീസ് ഇല്ലാതെ പെട്ടെന്ന് പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ പോയി 5-6 പേരുടെ കൂടെ ഇരുന്ന് നമ്മൾക്ക് പറയുമ്പോൾ നമ്മൾക്ക് അതിന് ഒരു ഫ്ലോ വേണമല്ലോ. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, സബ്ജക്റ്റ് വേണം, അത് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. അതായത് നെക്സ്റ്റ് ഡേ എന്ത് ടെസ്റ്റാണ്, അതിന് എന്താണ് റെസ്ട്രിക്ഷൻ, എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ചില ടെസ്റ്റിന് ടൈം റെസ്ട്രിക്ഷൻ ഉണ്ട്, അത് സ്പീഡ് അതനുസരിച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഞാൻ ടിപ്സ് കളക്ട് ചെയ്ത് നമ്മൾ കുറച്ച് ഫൈൻ ട്യൂൺ ചെയ്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല ഈ സെലക്ഷൻ പ്രോസസ്സിന് പോകാനായിട്ട്. കമാൻഡർ പ്രസന്നയുമായുള്ള ഇന്റർവ്യൂവിന്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ത്യൻ നേവിയിൽ വളരെ കുറച്ച് വനിതാ ഓഫീസർമാർ മാത്രമുണ്ടായിരുന്ന കാലഘട്ടത്തിലെ മറക്കാൻ പറ്റാത്തതും രസകരവുമായ ചില ഓർമ്മകളെക്കുറിച്ച് കേൾക്കാം. വിങ്സ് ഓഫ് ഫയറിന്റെ 2ാമത്തെ എപ്പിസോഡിൽ മറക്കാതെ കാണുക. വിങ്സ് ഓഫ് ഫയറിന്റെ ഇനിയുള്ള എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നന്ദി.